പ്രിയമുള്ളവരെ, അങ്ങനെ ഉണക്കിൻ്റെ കാടിനെല്ലാം കുറച്ചുകൊണ്ട് ഒരു വേനൽ മഴ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കാവേരി കാപ്പിയെല്ലാം മുട്ട് ഇരിഞ്ഞു, മുട്ടിങ്ങനെ വീഴാറായി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് കാപ്പിക്കുരൊന്നുമില്ലായിരുന്നു. ഈ വർഷം അങ്ങനെ കാപ്പി പൂത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ കൂടെ ആക്കി കഴിഞ്ഞാൽ അത് വിരിയും. ഇതുണ്ടോ, പിന്നെ മുട്ടിങ്ങനെ ഇത്രയായി നിൽക്കുന്നു. നാളെ കൂടെ കഴിഞ്ഞാൽ വിരിയും. അപ്പം വെയിലിൻ്റെ കാഠിന്യമെല്ലാം കുറഞ്ഞ് നല്ലൊരു മഴ, 1 മണിക്കൂറോളം നല്ല കാറ്റും മഴയും കൂടെ നമുക്ക് കിട്ടി. ബുധനാഴ്ചയാണ് നമുക്കിവിടെ ഈ മ്ലാമലയിലെ പുണ്ടിക്കുളം ഭാഗത്ത് 1 മണിക്കൂറോളം നല്ല അതിശക്തമായ കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. അപ്പം ഉണക്കൊക്കെ ഒന്ന് ഇച്ചിരി മാറ്റമുണ്ട്. അങ്ങനെ നോയമ്പ് 27 ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഈ വർഷത്തെ ഞങ്ങളുടെ റമദാൻ മാസം ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ശമനം വന്നുകൊണ്ട് ശകലം അന്തരീക്ഷം ചന്തനപ്പായിട്ടുണ്ട്. അത് എൻ്റെ കൃഷി സ്ഥലമാണ്. കാപ്പിയൊക്കെ ഇങ്ങനെ മുട്ടിട്ട് വരുന്നു. നല്ല പൊടിയെല്ലാം ഉണങ്ങി വാടി നിന്നാണ്. ഇതുണ്ട് അപ്പോൾ എല്ലാം ഒരു തളുത്ത് ഇലയൊക്കെ നീർന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു കൃഷി സ്ഥലത്തൊരു പച്ചപ്പ് ഉണ്ട്. രാവിലെ വെള്ളിയാഴ്ചയല്ലേ, പള്ളിയിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് രാവിലെ പറമ്പിൽ വന്ന് കുറേ കൃഷി സ്ഥലമൊക്കെ നോക്കി എൻ്റെ പണികളൊക്കെ ആയിരുന്നു. കണ്ടോ, കൊടിയൊക്കെ ഒന്ന് നീർന്നു. കണ്ടോ, അതൊക്കെ നല്ല വാടി തളർന്നു നിന്ന കൊടികളാണ്. അല്ലാതെ ഇപ്പം ഇങ്ങനെ കൃഷി സ്ഥലത്ത് നോക്കിയാൽ തന്നെ ഒരു പച്ചപ്പുണ്ട്. കണ്ടോ, കൊടിയെല്ലാം ഒന്ന് നീർന്ന് പച്ചപ്പുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് പറമ്പിലിറങ്ങി ശകലം ഇതൊക്കെ ചെയ്തു. നോയമ്പായതുകൊണ്ടെങ്കിൽ പള്ളിയിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 1 മണിയാകുമ്പോൾ പള്ളിയിൽ ചെല്ലും. ഒരു ജുമായും കൂടിയിട്ടൊക്കെ വരണം. ഇതുകൊണ്ട് അത് നമ്മളെ മനസ്സിനും ഒക്കെ ഒരു കൃഷി സ്ഥലത്തിറങ്ങുമ്പോൾ ഒരു ഇതാണ്. ഒരു മഴ എന്തോരം നമ്മൾ നനച്ചാലും അതുകൊണ്ട് കാര്യമില്ല. പ്രകൃതിയുടെ ഒരു വരദാനമായ മഴ കിട്ടിയെങ്കിൽ മാത്രമേ കൃഷിക്കെല്ലാം നമുക്കും മനുഷ്യനും എല്ലാം ഒരു ഉണർവാകുന്നുണ്ട്. അപ്പോൾ നാളെ അത് നല്ല പോക്ക്, നല്ല മണമായി. ഈച്ച തേനീച്ചെല്ലാം വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുട്ടിങ്ങനെ വിരിയാനായിട്ട് നിൽക്കുക. ഇത് കാവേരി കാപ്പിയാണ്. കഴിഞ്ഞ വർഷം കുരുട്ടുമില്ലായിരുന്നു. കാലാവസ്ഥ മോശമായതുകൊണ്ട് കുരുട്ടുമില്ലായിരുന്നു. ഈ വർഷം പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൃഷിയായിട്ട് എൻ്റെ കിട്ട്. കണ്ട കൊടിയെല്ലാം എല്ലാം ഉണക്കായിരുന്നു, വാടി നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ഇലയൊക്കെ എല്ലാം നീർന്നു. ഇതുണ്ടോ, ഇത് വിച്ചയുടെ ഇത് മുട്ട് വിരിഞ്ഞുണ്ടോ. ഒക്കെ വിരിയാൻ നിന്നും കുറേയൊക്കെ വിരിയും. നാളെ കൂടെയൊക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ടെല്ലാം വിരിയും. മുട്ട് നിൽക്കുന്നുണ്ട്. നാളെയൊക്കെ ആകുമ്പോൾ നല്ല മണമായിരിക്കും. ഓക്കെ, ഇടുക്കിയിലെ പുതിയ പുതിയ വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ചെറിയ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു നല്ലൊരു പെരുന്നാളാകട്ടെ എന്ന് മുൻകൂട്ടി ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പം ശേഷം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.